ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ 10th മെയിൻസ് ഹോട്ട് ടോപ്പിക്സ് റിവിഷനിൽ കെമിസ്ട്രിയിലെ കുറച്ച് ഭാഗങ്ങളാണ് ഉൾപ്പെടുത്തുന്നത്. നമ്മളുടെ 10th മെയിൻസ് എക്സാമുകൾക്ക് 3 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് സിലബസ് പ്രകാരം ഈ കെമിസ്ട്രി ഭാഗത്ത് നിന്ന് ചോദിക്കുന്നത്. അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ നോക്കിയിരിക്കേണ്ട കുറച്ച് ഭാഗങ്ങളാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്നുള്ള അക്വാ റീജിയ, pH മൂല്യം എന്നീ 2 ടോപ്പിക്കുകൾ ഓൾറെഡി നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐക്കാർട്ടിലും അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ആ ഭാഗം അവിടെ നിന്ന് ആ ലിങ്ക് ഉപയോഗിച്ച് അത് കവർ ചെയ്യാവുന്നതാണ്. ഇന്ന് നമുക്ക് വാതക നിയമങ്ങൾ ആദ്യം നോക്കാം. വാതക നിയമങ്ങളുമായി ബന്ധപ്പെട്ട് ക്ലാസ് 10 ചാപ്റ്റർ 2 SCERT ടെക്സ്റ്റ് ബുക്കിൽ വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും എന്നൊരു ചാപ്റ്റർ ഉണ്ട്. അതിലും നമ്മുടെ വാതക നിയമങ്ങളെക്കുറിച്ച് കൂടുതൽ പറയുന്നുണ്ട്. ഫസ്റ്റ് ലോ ബോയിൽസ് നിയമമാണ്. വാതക നിയമങ്ങളിലെ ആദ്യ നിയമം ബോയിൽസ് നിയമമാണ്. ഇവിടെ വാതകങ്ങളുടെ വ്യാപ്തവും മർദ്ദവും തമ്മിലുള്ള ബന്ധത്തെ അടിസ്ഥാനമാക്കിയുള്ള നിയമമാണ് ബോയിൽസ് ലോ. ഏതൊക്കെയാണ്? വാതകങ്ങളുടെ വോളിയവും പ്രഷറും വ്യാപ്തവും മർദ്ദവും തമ്മിലുള്ള ബന്ധത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള നിയമമാണ് ബോയിൽസ് നിയമം. റോബർട്ട് ബോയിലാണ് ഈ ഒരു നിയമം കൊണ്ടുവന്നിട്ടുള്ളത്. ഇവിടെ താപനില കോൺസ്റ്റൻ്റ് ആണ്, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ആ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്, ആ സമയത്ത് പ്രഷർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം എന്നാണ് പറയുന്നത്. ആ ഇക്വേഷനെ നമുക്ക് P1 V1 = P2 V2 എന്നും രേഖപ്പെടുത്താം. ചുരുക്കി പറഞ്ഞാൽ പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയും അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ എന്നുള്ളതാണ് ബോയിൽസ് നിയമം. അതിൻ്റെ ഗ്രാഫ് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു PYQ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്: ഒരു അക്വേറിയത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായു കുമിളകളുടെ വലിപ്പം മുകളിലേക്ക് എത്തുന്തോറും കൂടി വരുന്നു. ഏതാണ്? ബോയിൽസ് നിയമമാണ്. അക്വേറിയവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം. അക്വേറിയത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഉയർന്നു വരുന്ന വായു കുമിളകളുടെ വലിപ്പം മുകളിലേക്ക് എത്തുന്തോറും കൂടി വരുന്നു. അതെന്താണ്? ബോയിൽസ് നിയമമാണ്. ഇത് ഏത് നിയമവുമായി ബന്ധപ്പെട്ടതാണ് എന്ന ചോദ്യം മുൻപ് ചോദിച്ചിട്ടുണ്ട്. ബോയിൽസ് നിയമമാണ്. അപ്പോൾ അക്വേറിയത്തിൻ്റെ ചോദ്യം നോട്ട് ചെയ്ത് വയ്ക്കുക. കുമിളകളുടെ വലിപ്പം മുകളിലേക്ക് വരുമ്പോൾ കൂടി വരും. അത് ബോയിൽസ് നിയമമാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക കേട്ടോ. അടുത്തത് ചാൾസ് നിയമം, ജാക്വസ് ചാൾസിൻ്റെ നിയമം. ഇവിടെ എന്താണ്? വോളിയവും ടെമ്പറേച്ചറും തമ്മിൽ, വ്യാപ്തവും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷനെ കുറിച്ചാണ് പറയുന്നത്. പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്, മർദ്ദം സ്ഥിരമാണ്. മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം കെൽവിൻ സ്കെയിലിലെ താപനിലയ്ക്ക് നേർ അനുപാതത്തിലാണ് എന്നുള്ളതാണ് ഈ നിയമം. അതായത് പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്, വോളിയം കൂടുമ്പോൾ ടെമ്പറേച്ചറും കൂടുന്നു എന്ന് ഓർത്ത് വയ്ക്കുക. വോളിയവും ടെമ്പറേച്ചറും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. പ്രഷർ സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം കെൽവിൻ സ്കെയിലിലെ താപനിലയ്ക്ക് നേർ അനുപാതത്തിലാണ്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരുന്നത്: വായു നിറച്ച ബലൂൺ വെയിലത്ത് വെച്ചാൽ അത് പൊട്ടുന്നു. അതിൻ്റെ കാരണം എന്താണ് എന്നാണ് ചോദ്യം. അതിന് കാരണമായിട്ടുള്ള നിയമം ഏതാണെന്നാണ് ചോദ്യം. ചാൾസ് ലോ ആണ്. ചാൾസിൻ്റെ ബലൂൺ എന്ന് ഓർത്ത് വയ്ക്കുക. അതായത് ഓൾറെഡി ബലൂണിൽ കുറച്ച് വോളിയം ഉണ്ട്. വെയിലത്ത് വയ്ക്കുമ്പോൾ ടെമ്പറേച്ചർ കൂടുകയാണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയവും കൂടും. അപ്പോൾ ഈ വോളിയം ബലൂണിന് ഉൾക്കൊള്ളാൻ പറ്റാതെ വരുമ്പോൾ അത് പൊട്ടുന്നു. ഓക്കെ, അപ്പോൾ വായു നിറച്ച ബലൂൺ വെയിലത്ത് വെച്ചാൽ പൊട്ടുന്നു എന്നത് ചാൾസ് ലോയുടെ ആപ്ലിക്കേഷനാണ്. അതിൻ്റെ ഗ്രാഫ് കൂടി നമ്മളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കണം. ഇനി അടുത്തത് അവഗാട്രോ നിയമമാണ്. അവഗാട്രോ നിയമം, അമേഡിയോ അവഗാട്രോ എന്ന ഇറ്റാലിയൻ ശാസ്ത്രജ്ഞൻ കൊണ്ടുവന്നിട്ടുള്ള നിയമമാണ് അവഗാട്രോ നിയമം. ഇവിടെ വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിലുള്ള റിലേഷനെ ഇൻഡിക്കേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു നിയമമാണ്. വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും, അതായത് താപനിലയും മർദ്ദവും ഇവിടെ സ്ഥിരമാണ്. ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റൻ്റ് ആണ്. ആ സമയത്ത് വാതകങ്ങളുടെ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിലായിരിക്കും. എന്താണ്? ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റൻ്റ് ആണ്. ആ സമയത്ത് വാതകങ്ങളുടെ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിലായിരിക്കും. വോളിയവും നമ്പർ ഓഫ് മോൾസും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്നർത്ഥം വയ്ക്കുക. ഇവിടെ എന്തൊക്കെയാണ് കോൺസ്റ്റൻ്റ്? ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റൻ്റ് ആണ്. എന്നാൽ ചാൾസ് നിയമത്തിൽ ഏതാണ് കോൺസ്റ്റന്റ്? പ്രഷറാണ് കോൺസ്റ്റന്റ്. ബോയിൽസ് നിയമമാണെങ്കിലോ ടെമ്പറേച്ചറാണ് കോൺസ്റ്റന്റ്. അവഗാട്രോ നിയമത്തിൽ ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ് ആണ്. വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? നമ്പർ ഓഫ് മോൾസ് എന്നുള്ളതാണ്
അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എങ്ങനെ വരും? V ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു N നമ്പർ ഓഫ് മോൾസ്. അപ്പോൾ V1/N1 ഈക്വൽ ടു V2/N2. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിക്കുന്നതാണ്. അവഗാഡ്രോ നമ്പർ എത്രയാണ്? 6.022 × 10⁻23. ഇതിനെയാണ് അവഗാഡ്രോ നമ്പർ എന്ന് പറയുന്നത്. അവഗാഡ്രോ നമ്പർ എത്രയാണ്? 6.022 × 10⁻23 എന്നുള്ളതാണ്. ഇതിൻ്റെ ആപ്ലിക്കേഷനായിട്ട് നമുക്ക് ബലൂൺ ഊതി വീർപ്പിക്കുന്ന കേസ് പറയാവുന്നതാണ്. അതായത് ബലൂൺ നമ്മൾ ഊതി വീർപ്പിക്കുമ്പോൾ അവിടെ വോളിയം കൂടുകയാണ്, നമ്പർ ഓഫ് മോൾസ് കൂടുകയാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ബലൂൺ ഊതി വീർപ്പിക്കുന്നത് അവഗാഡ്രോ നിയമത്തിന് ഉദാഹരണമാണ്. എന്നാൽ വെയിലത്ത് വെക്കുന്ന ബലൂൺ, വായു നിറച്ച ബലൂൺ വെയിലത്ത് കൊണ്ടുവച്ചാൽ അത് പൊട്ടുന്നതിന് കാരണമായിട്ടുള്ള നിയമം ചാൾസ് ലോ ആണ്. കാരണം വായു ഓൾറെഡി നിറച്ച ബലൂണാണ്, അതിലെന്തുണ്ട്? ഓൾറെഡി അതിന് കുറച്ച് വോളിയം ഉണ്ട്. വെയിലത്ത് വെക്കുമ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടി അത് പൊട്ടിപ്പോകുന്നു എന്നുള്ളതാണ്. ഇവിടെ അവഗാഡ്രോ നിയമത്തിൽ നമ്മളൊരു ബലൂൺ ഊതി വീർപ്പിക്കുകയാണ്. അവിടെ എന്താണ്? വോളിയം കൂടുന്നു, അതേസമയം നമ്പർ ഓഫ് മോൾസും കൂടുന്നു. ഓക്കെ, ഇതാണ് ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ. വാതക നിയമങ്ങളുമായി ബന്ധപ്പെട്ട് ചോദ്യസാധ്യത ഏറെയുള്ള 3 നിയമങ്ങളാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. ഇനി അടുത്തൊരു ടോപ്പിക്കിലേക്ക് കടക്കാം. ആറ്റത്തിൻ്റെ ഘടനയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കാം. എന്താണ് ആറ്റം? ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ഈ ഒരുപോലുള്ള ആറ്റങ്ങൾ ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? മൂലകങ്ങൾ ഉണ്ടാകുന്നത്. ഒരുപോലെയുള്ള ആറ്റങ്ങൾ ചേർന്ന് മൂലകങ്ങൾ ഉണ്ടാകുന്നു. ഒരേ മൂലകങ്ങൾ ചേർന്നുണ്ടാവുന്നതാണെങ്കിൽ നമ്മൾ അവയെ തന്മാത്ര എന്ന് പറയും, അല്ലേ? തന്മാത്ര. ഒരു പദാർത്ഥത്തിൻ്റെ ഭൗതികപരവും രാസപരവുമായ എല്ലാ ഗുണങ്ങളും അടങ്ങിയ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഒരുപോലെയുള്ള ആറ്റങ്ങൾ ചേർന്നിട്ടാണ് മൂലകം ഉണ്ടാകുന്നത്. ഒരേപോലുള്ള മൂലകങ്ങൾ ചേർന്നിട്ടാണ് തന്മാത്ര ഉണ്ടാവുന്നത്. ഈ തന്മാത്ര എന്ന് പറയുന്നത് ഒരു പദാർത്ഥത്തിൻ്റെ ഭൗതികപരവും രാസപരവുമായ എല്ലാ ഗുണങ്ങളും അടങ്ങിയ ഏറ്റവും ചെറിയ കണികയാണ്. ഇനി നമുക്കറിയാം ആറ്റത്തിന് ചാർജ് ഇല്ല എന്നറിയാം. അതുപോലെ ആറ്റത്തിന് ചാർജ് ലഭിക്കുന്ന അവസ്ഥ ഏതാണ്? പ്ലാസ്മ അവസ്ഥയാണ്. ഓക്കെ, ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഓസ്റ്റ്വാൾട്ടാണ്. അതുപോലെ തന്മാത്ര എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് അവഗാഡ്രോ ആണ്. ഇനി ആറ്റോമിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവായ ഇന്ത്യക്കാരനാരാണ്? കണാദമുനിയാണ്, അല്ലേ? കണാദമുനി. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ പുസ്തകമാണ് വൈശേഷിക സൂത്രം എന്നുള്ളത്. വൈശേഷിക സൂത്രം. ഇനി നമുക്ക് ഡാൾട്ടന്റെ ആറ്റോമിക സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട പ്രധാന ആശയങ്ങൾ ഏതാണെന്ന് നോക്കാം. ചോദ്യം ശ്രദ്ധിക്കുക. ഡാൾട്ടന്റെ ആറ്റോമിക സിദ്ധാന്തത്തിലെ പ്രധാന ആശയങ്ങളാണ്. ചോദ്യം ഇതുപോലെ എക്സാമിന് ആവർത്തിച്ചിട്ടുള്ളതാണ്. നോക്കാം. എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ് എന്ന് ആര് പറഞ്ഞു? ജോൺ ഡാൾട്ടൻ പറഞ്ഞു. എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല, അതുപോലെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല എന്ന് ജോൺ ഡാൾട്ടൻ വാദിച്ചു കേട്ടോ. രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല, അതുപോലെ നിർമ്മിക്കാനോ നശിപ്പിക്കുവാനോ കഴിയില്ല. ഒരു മൂലകത്തിലെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലുപ്പത്തിലും മാസിലും സമാനമായിരിക്കും. ഒരു മൂലകത്തിലെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലുപ്പത്തിലും മാസിലും സമാനമായിരിക്കും. വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളും മാസുമുള്ളവയായിരിക്കും. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ഒന്നോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ലളിതമായ അനുപാതത്തിൽ സംയോജിച്ചിട്ടാണ് സംയുക്തങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ 6 പോയിന്റ്സ് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിലെയാണ്. നമ്മുടെ ജോൺ ഡാൾട്ടന്റെ ആറ്റോമിക സിദ്ധാന്തത്തിലെ പ്രധാനപ്പെട്ട ആശയങ്ങളാണ്. ഈ 6 പോയിന്റ്സ് തന്നിട്ട് ഇതിൽ ഉൾപ്പെടുന്നത് ഏത് ഉൾപ്പെടാത്തത് ഏത് എന്നൊക്കെ പറഞ്ഞ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളതാ. 6 ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. അതുപോലെ മറ്റൊരു ചോദ്യം നോക്കാം. ഈ ഭാഗത്ത് വന്നിട്ടുള്ള PYQ ആണ്. 3 ഗ്ലൂക്കോസ് തന്മാത്രയിൽ എത്ര ആറ്റങ്ങളുണ്ട് എന്നൊരു ചോദ്യം. 3 ഗ്ലൂക്കോസ് തന്മാത്രയിൽ എത്ര ആറ്റങ്ങളുണ്ടെന്ന് നോക്കിയേ. അപ്പോൾ കൂടെ നമ്മൾ C6H12O6 എന്നാണ്, അല്ലേ? നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ കെമിക്കൽ ഫോർമുല. അപ്പോൾ 3 ഗ്ലൂക്കോസ് തന്മാത്രയാണ്. അപ്പോൾ അതുകൊണ്ടാണ് 3C6H12O6 തന്നിട്ടുള്ളത്. അപ്പോൾ കാർബണിൻ്റെ എത്ര ആറ്റങ്ങളാണ് അവിടെ ഉള്ളത്? 6 × 3 അല്ലേ? 18 ആണ്. ഹൈഡ്രജൻ ആണെങ്കിൽ 12 × 3 36 ആണ്. ഓക്സിജൻ്റെ 6 × 3 18 ആണ്. ഇത് 3 കൂടി ആഡ് ചെയ്യുമ്പം മൊത്തം ഈ 3 ഗ്ലൂക്കോസ് തന്മാത്രയിൽ 72 ആറ്റങ്ങൾ ഉണ്ടെന്ന് നമുക്ക് കിട്ടും. ക്ലിയർ ആയല്ലോ? PYQ ആണ്. അതുപോലെ വിനാഗിരി ചോദിക്കാം. വിനാഗിരിയുടെ കെമിക്കൽ ഫോർമുല CH3COOH എന്നാണ്. അപ്പോൾ ഇതിൽ എത്ര തന്മാത്രകളുണ്ടെന്ന് ചോദിക്കാം. ഇപ്പം 3 വിനാഗിരി തന്മാത്ര തന്നിട്ട് അതിൽ എത്ര ആറ്റം ഉണ്ടെന്നൊക്കെ നമുക്ക് ചോദ്യങ്ങൾ വരാവുന്നതാണ്. ഇനി അടുത്ത ഭാഗം നോക്കാം.
ഇനി നമുക്ക് സർ ഹംഫ്രി ഡേവിയുടെ കോൺട്രിബ്യൂഷൻസ് നോക്കാം. ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ട് ഹൈഡ്രജനെയും ഓക്സിജനെയും വേർതിരിച്ചു. ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ട് ഹൈഡ്രജനെയും ഓക്സിജനെയും വേർതിരിച്ച വ്യക്തിയാണ് സർ ഹംഫ്രി ഡേവി. ക്ലോറിന് പേര് കൊടുത്ത വ്യക്തിയാണ് ഹംഫ്രി ഡേവി. ക്ലോറിൻ കണ്ടെത്തിയത് കാൾ ഷീലയാണ്, എന്നാൽ ക്ലോറിന് പേര് കൊടുത്തത് ഹംഫ്രി ഡേവിയാണ്. ഇനി അതുപോലെ വൈദ്യുതി ഉപയോഗിച്ച് സംയുക്തങ്ങളിൽ നിന്നും ഒട്ടേറെ മൂലകങ്ങൾ വേർതിരിച്ചെടുത്തു. പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, സ്ട്രോങ്ഷ്യം, ബേരിയം, ബോറോൺ എന്നിവയൊക്കെ ഈ കൂട്ടത്തിൽ ഉൾപ്പെടുന്നു. വൈദ്യുതി ഉപയോഗിച്ച് സംയുക്തങ്ങളിൽ നിന്നും ഒട്ടേറെ മൂലകങ്ങൾ വേർതിരിച്ചെടുത്തു സർ ഹംഫ്രി ഡേവി. പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, സ്ട്രോങ്ഷ്യം, ബേരിയം, ബോറോൺ എന്നിവയൊക്കെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുന്നു. അതുപോലെ 2 തരം വൈദ്യുത ചാർജുകളാണ് ഉള്ളത്. ഏതൊക്കെ? പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും. ഈ വൈദ്യുത ചാർജുകളാണ് ഒരു പദാർത്ഥത്തിന് മറ്റൊരു പദാർത്ഥവുമായി പ്രവർത്തിക്കാനുള്ള കഴിവുണ്ടാക്കുന്നത് എന്നെല്ലാം അദ്ദേഹം സമർത്ഥിച്ചു. ഓക്കെ, ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി കടത്തിവിട്ട് പരീക്ഷണങ്ങൾ നടത്തിയ വ്യക്തിയാണ് സർ ഹംഫ്രി ഡേവി. ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ട് ഹൈഡ്രജനെയും ഓക്സിജനെയും വേർതിരിച്ചു. അതുപോലെ പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, സ്ട്രോങ്ഷ്യം, ബേരിയം, ബോറോൺ എന്നിവയൊക്കെ വേർതിരിച്ചെടുത്തു. 2 തരം ചാർജുകളാണുള്ളത്. ഈ ചാർജുകളാണ് ഒരു പദാർത്ഥത്തിന് മറ്റൊരു പദാർത്ഥവുമായി പ്രവർത്തിക്കാനുള്ള കഴിവുണ്ടാക്കുന്നത് എന്നൊക്കെ അദ്ദേഹം സമർത്ഥിച്ചു. ഇനി നമുക്ക് മൈക്കിൾ ഫാരഡയെ കുറിച്ച് നോക്കാം. മൈക്കിൾ ഫാരഡെ എന്താണ്? വൈദ്യുതിയുടെ പിതാവാണ് അല്ലേ? വൈദ്യുതിയുടെ പിതാവാണ് മൈക്കിൾ ഫാരഡെ. ഡൈനാമോ, ആദ്യകാല ജനറേറ്റർ എന്നിവയൊക്കെ കണ്ടെത്തിയത് മൈക്കിൾ ഫാരഡെയാണ്. ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി പ്രവഹിക്കുമെന്ന് തിരിച്ചറിഞ്ഞു. ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി പ്രവഹിക്കുമെന്ന് തിരിച്ചറിഞ്ഞു ആര്? മൈക്കിൾ ഫാരഡെ. വൈദ്യുതി കടത്തിവിട്ട് ചില ദ്രാവക പദാർത്ഥങ്ങളെ അവയുടെ ഘടകങ്ങളാക്കി മാറ്റാമെന്ന് അദ്ദേഹം കണ്ടെത്തി. അതായത് വൈദ്യുത വിശ്ലേഷണം. വൈദ്യുത വിശ്ലേഷണത്തിൻ്റെ പിതാവ് എന്നെല്ലാം അറിയപ്പെടുന്നത് മൈക്കിൾ ഫാരഡെയാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു പോയിന്റ് നോക്കാം. ഹെൻറിച്ച് ഗീസറിനെ കുറിച്ചാണ്. ഹെൻറിച്ച് ഗീസർ വാതകങ്ങളിലൂടെ വൈദ്യുതി കടന്നു പോകുമെന്ന് കണ്ടെത്തിയ വ്യക്തിയാണ് ഹെൻറിച്ച് ഗീസർ. ഓക്കെ, ഹെൻറിച്ച് ഗ്ലീസറാണ് വാതകങ്ങളിലൂടെ വൈദ്യുതി കടന്നു പോകുമെന്ന് കണ്ടെത്തിയത്. ഓക്കെ, ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി കടന്നു പോകുമെന്ന് കണ്ടെത്തിയത് ആരാണ്? സർ ഹംഫ്രി ഡേവിയും മൈക്കിൾ ഫാരഡെയും കൂടെ ചേർന്നാണ് ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി കടന്നു പോകുമെന്ന് കണ്ടെത്തിയത്. അതേസമയം വാതകങ്ങളിലൂടെ വൈദ്യുതി കടന്നു പോകുമെന്ന് കണ്ടെത്തിയത് ഹെൻറിച്ച് ഗ്ലീസറാണ്. വില്യം റോൺജൻ. ആരാണ് വില്യം റോൺജൻ? എക്സ്റേ കണ്ടെത്തിയ വ്യക്തിയാണ് അല്ലേ? എക്സ്റേ കണ്ടെത്തി 1895 നവംബർ 8 എക്സ്റേ കണ്ടെത്തി. ആ ഡേറ്റ് ഒന്ന് ഓർത്ത് വെക്കുന്നത് നന്നായിരിക്കും. ഈ എക്സ്റേ കണ്ടുപിടിച്ചതിന് അദ്ദേഹത്തിന് 1901 നൊബേൽ ലഭിക്കുകയുണ്ടായി. അപ്പോൾ കാഥോഡ് രശ്മികളുടെ പാതയിൽ ഒരു അലുമിനിയം തകിട് വെച്ച് രശ്മികളെ പ്രതിഫലിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു പ്രത്യേക വികിരണങ്ങൾ പുറത്തു വരികയും ആ വികിരണങ്ങളെ എക്സ്റേ എന്ന് പേരിട്ട് വിളിക്കുകയും ചെയ്തു. എക്സ്റേ ആരാണ് കണ്ടെത്തിയെന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. വില്യം റോൺജൻ ആണ്. 1901 അദ്ദേഹത്തിന് ഇതിന് നൊബേൽ കിട്ടി. ഓക്കെ, ഭൗതിക ശാസ്ത്രത്തിൽ ആദ്യമായി കിട്ടിയ നൊബേലായിരുന്നു ഈ എക്സ്റേ കണ്ടുപിടുത്തത്തിനുള്ളത്. അടുത്തത് ജെ തോംസൺ. ജെ തോംസൺ എന്താണ് കണ്ടുപിടിച്ചത്? ജെ തോംസൺ കണ്ടെത്തിയത് ഇലക്ട്രോൺ ആണ് അല്ലേ? ഇലക്ട്രോൺ കണ്ടെത്തിയത് ആരാണ്? ജെ തോംസൺ ആണ്. നമ്മൾ പെൻ RTC എന്നൊരു കോഡ് പഠിക്കുമല്ലോ. പ്രോട്ടോൺ കണ്ടെത്തിയത് റൂദർഫോർഡ്. പ്രോട്ടോൺ കണ്ടെത്തിയ റൂദർഫോർഡ്. ഇലക്ട്രോൺ കണ്ടെത്തിയത് ജെ തോംസൺ. ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക്ക്. ഓക്കെ, പെൻ RTC. പ്രോട്ടോൺ കണ്ടെത്തിയ ഏണസ്റ്റ് റൂദർഫോർഡ് തന്നെയാണ് ന്യൂക്ലിയസും കണ്ടെത്തിയത്. ഈ ന്യൂക്ലിയസ് കണ്ടെത്താൻ വേണ്ടി അദ്ദേഹം നടത്തിയ ഒരു പരീക്ഷണമാണ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻ്റ് അഥവാ സ്വർണ്ണ തകിടിലൂടെ നടത്തിയ പരീക്ഷണം. ഇതുകൂടാതെ ആൽഫ, ബീറ്റ എന്നീ കിരണങ്ങളെക്കുറിച്ചും പഠനം നടത്തി അവയെ കണ്ടെത്തിയതും ഏണസ്റ്റ് റൂദർഫോർഡ് തന്നെയാണ്. ഒരുപാട് പരീക്ഷണങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഏതൊരു മൂലകത്തിൻ്റെയും ആറ്റങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നീ കണങ്ങൾ കൊണ്ടാണ് എന്ന ഒരു തിരിച്ചറിവിലേക്ക് ശാസ്ത്രജ്ഞന്മാർ എത്തുകയാണ്. അപ്പോൾ ഈ പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ എന്നിവയുടെ എണ്ണത്തിലുള്ള വ്യത്യാസം കാരണമാണ് ഒരു മൂലകത്തെ മറ്റൊരു മൂലകത്തിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്ന കണ്ടുപിടുത്തത്തിലേക്ക് എത്തിച്ചേരുകയാണ്. ആറ്റം വൈദ്യുതപരമായി ഉദാസീനമാണ്, അല്ലെങ്കിൽ ആറ്റം ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ എന്നൊരു പോയിന്റ് ഉണ്ട്. അതെന്താണ്? ആറ്റത്തിൽ വൈദ്യുത ചാർജുള്ള കണങ്ങളുണ്ട് അല്ലേ? ആറ്റത്തിൽ വൈദ്യുത ചാർജുള്ള കണങ്ങളുണ്ട്. നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ ഉണ്ട്, പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോൺ ഉണ്ട്. എന്നാൽ ആറ്റങ്ങൾ ചേർന്നുണ്ടായ തന്മാത്രകൾക്ക് എങ്ങനെയാണ് ചാർജിൻ്റെ സാന്നിധ്യം അനുഭവപ്പെടുന്നില്ല? അതിനുള്ള കാരണം എന്താണ്? ഒരു ആറ്റത്തിലെ നമ്പർ ഓഫ് ഇലക്ട്രോണും നമ്പർ ഓഫ് പ്രോട്ടോണും ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ ആറ്റം എപ്പോഴും വൈദ്യുതപരമായി ഉദാസീനമാണ്, അല്ലെങ്കിൽ ആറ്റം ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ എന്ന് നമുക്ക് പറയാം.
പക്ഷേ ആറ്റത്തിന് ചാർജുള്ള ഒരവസ്ഥയുണ്ട്. അതേതാണ്? പ്ലാസ്മ അവസ്ഥയിലാണ്. പ്ലാസ്മ അവസ്ഥയിലാണ് ആറ്റത്തിന് ചാർജ് ഉള്ളത് എന്ന് ഓർത്തു വയ്ക്കുക. ഇനി റൂദർഫോർഡിന്റെ സൗരയൂഥ മാതൃക അല്ലെങ്കിൽ സോളാർ മോഡൽ, പ്ലാനറ്ററി മോഡൽ, ന്യൂക്ലിയർ മോഡൽ എന്നെല്ലാം അറിയപ്പെടുന്നത് റൂദർഫോർഡിന്റെ സൗരയൂഥ മാതൃകയാണ്. ഈ സൗരയൂഥ മാതൃക എന്നാൽ എന്താണ്? സൗരയൂഥത്തിന് ഒരു കേന്ദ്രമുള്ളതുപോലെ ആറ്റത്തിനും ഒരു കേന്ദ്രമുണ്ടെന്നും കേന്ദ്രഭാഗത്ത് ന്യൂക്ലിയസ് ഉണ്ടെന്നും ഇലക്ട്രോണുകൾ ഷെല്ലിൽ ന്യൂക്ലിയസിനെ ചുറ്റുന്നു എന്നുള്ളതാണ് ഈ ഒരു ഈ ഒരു മാതൃകയ്ക്ക് അടിസ്ഥാനമായിട്ടുള്ളത്. എന്നാൽ ഈ റൂദർഫോർഡിന്റെ ആറ്റം മാതൃക പൊതുവെ സ്വീകാര്യമായിരുന്നെങ്കിൽ കൂടിയിട്ടും ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന്റെ ആകർഷണ വലയത്തിൽ ചുറ്റുമ്പോൾ ഊർജം നഷ്ടമാവുകയും ക്രമേണ അത് ന്യൂക്ലിയസിൽ പതിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയാണ് വേണ്ടത്. പക്ഷേ ആറ്റത്തിന്റെ കേസിൽ അത് സംഭവിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകാൻ റൂദർഫോർഡിന് കഴിയാതെ പോയത് കൊണ്ട് തന്നെ ഈ സൗരയൂഥ മാതൃക അംഗീകരിക്കപ്പെട്ടില്ല. ഓക്കെ, പൊതുവെ റൂദർഫോർഡിന്റെ ആറ്റം മാതൃക എല്ലാവർക്കും സ്വീകാര്യമായിരുന്നു. ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ കറക്റ്റായിരുന്നു. എങ്കിൽ കൂടിയിട്ടും ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന്റെ ആകർഷണ വലയത്തിൽ ചുറ്റി വരുമ്പോൾ അതിന്റെ ഊർജ്ജം നഷ്ടമാവുകയും ക്രമേണ അത് ന്യൂക്ലിയസിൽ പതിക്കുകയും ചെയ്യണമെന്നുള്ളതാണ്. എന്നാൽ അത് അങ്ങനെ സംഭവിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു സംശയം പലരും ഉന്നയിച്ചപ്പോൾ അതിന് ഉത്തരം നൽകാൻ റൂദർഫോർഡിന് കഴിയാതെ പോയി. അതുകൊണ്ടാണ് ഈ ഒരു മാതൃക അംഗീകരിക്കപ്പെടാതിരുന്നത്. ശാസ്ത്രലോകം ഉന്നയിച്ച ഈ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകിക്കൊണ്ടാണ് പിന്നീട് ബോർ ആറ്റം മാതൃക നിലവിൽ വരുന്നത്. ബോർ ആറ്റം മാതൃക നീൽസ് ബോർ ആണ് കൊണ്ടുവരുന്നത്. ഊർജ്ജനില മാതൃക എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ബോർ മാതൃക അനുസരിച്ച് ഇലക്ട്രോണുകളുടെ സഞ്ചാരപാതയെ ഓർബിറ്റ് അല്ലെങ്കിൽ ഷെൽ എന്നാണ് വിളിക്കുന്നത്. ഇനി ഈ ബോർ മാതൃകയിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. SCERT ടെക്സ്റ്റ് ബുക്കിൽ ഒരു 5 പോയിന്റ്സ് പറയുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ബോർ മാതൃകയിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ ഇവയാണ്. ആറ്റത്തിൽ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ പ്രദക്ഷിണം ചെയ്യുന്നത് നിശ്ചിത ഓർബിറ്റുകളിലാണ്. നിശ്ചിത ഓർബിറ്റുകളിലാണ് ആറ്റത്തിൽ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ പ്രദക്ഷിണം ചെയ്യുന്നത്. അവയാണ് നമ്മൾ ഷെല്ലുകൾ എന്ന് പറയുന്നത്. ഇനി ഈ ഓരോ ഷെല്ലിലെയും ഇലക്ട്രോണുകൾക്ക് ഒരു നിശ്ചിത എനർജി ഉണ്ട്. അതിനാൽ ഷെല്ലുകളെ ഊർജ്ജ നിലകൾ എന്ന് പറയും, അല്ലെങ്കിൽ എനർജി ലെവൽസ് എന്ന് പറയും. അപ്പോൾ ഒരു നിശ്ചിത ഷെല്ലിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം ഇലക്ട്രോണുകൾക്ക് ഊർജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. ഇതാണ് ഇമ്പോർട്ടൻ്റ് പോയിന്റ്. ഒരു നിശ്ചിത ഷെല്ലിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം ഇലക്ട്രോണുകൾക്ക് ഊർജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ റൂദർഫോർഡിന് പറയാൻ പറ്റാതെ പോയ ഒരു പോയിന്റാണ് ഇത്. ഒരു നിശ്ചിത ഷെല്ലിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം ഇലക്ട്രോണുകൾക്ക് ഊർജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. അടുത്ത പോയിന്റ്, ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജം കൂടി വരും. ഷെല്ലുകളുടെ ഊർജ്ജമാണ് കൂടി വരുന്നത്. ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്നതിനനുസരിച്ച് ഷെല്ലുകളുടെ ഊർജ്ജം കൂടി വരും. ഇനി നോക്കിയോ, ഷെല്ലുകൾക്ക് നമുക്ക് നമ്പർ കൊടുക്കണം അല്ലേ? അപ്പോൾ ഷെല്ലുകൾക്ക് ന്യൂക്ലിയസിൽ നിന്ന് തുടങ്ങി 1 2 3 4 5 എന്ന നമ്പർ കൊടുക്കാം, അല്ലെങ്കിൽ KLMNO എന്ന് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാവുന്നതാണ് എന്നാണ് ബോർ മാതൃകയിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ. ഈ ഭാഗത്ത് ഇനി നമുക്ക് നോക്കാനുള്ളത് മാസ് നമ്പർ എന്താണ്, ആറ്റോമിക നമ്പർ എന്താണ് എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഒരു ആറ്റത്തിലുള്ള പ്രോട്ടോണുകളുടെ ആകെ എണ്ണത്തെയാണ് അതിൻ്റെ ആറ്റോമിക നമ്പർ എന്ന് പറയുന്നത്. അത് Z എന്ന അക്ഷരം കൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതുപോലെ ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണത്തെയാണ് മാസ് നമ്പർ എന്ന് പറയുന്നത്. ഈ മാസ് നമ്പറിനെ A എന്ന അക്ഷരം ഉപയോഗിച്ചിട്ടാണ് നമുക്കിവിടെ അലുമിനിയത്തിൻ്റെ ആറ്റോമിക് നമ്പറും മാസ് നമ്പറും തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ആറ്റത്തിൻ്റെ ആറ്റോമിക നമ്പറും മാസ് നമ്പറും അറിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ കണ്ടുപിടിക്കാം. അപ്പോൾ ഈ 13 ഇതിൻ്റെ ആറ്റോമിക നമ്പർ എന്ന് പറയുന്നത്. മാസ് നമ്പർ 27 നമുക്കറിയാം ഇലക്ട്രോണിൻ്റെ എണ്ണവും പ്രോട്ടോണിൻ്റെ എണ്ണവും തുല്യമാണ്. അതാണ് ആറ്റോമിക നമ്പർ. ഇലക്ട്രോണിൻ്റെ എണ്ണം ഈക്വൽ ടു പ്രോട്ടോണിൻ്റെ എണ്ണം, അതാണ് എന്ത്, ആറ്റോമിക നമ്പർ. ഒരാറ്റത്തിലുള്ള പ്രോട്ടോണുകളുടെ ആകെ എണ്ണത്തെയാണ് അതിൻ്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. പ്രോട്ടോണിൻ്റെ എണ്ണം തന്നെയായിരിക്കും ആറ്റോമിക നമ്പർ. ഇനി അങ്ങനെയാണെങ്കിൽ ന്യൂട്രോണിൻ്റെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കും? മാസ് നമ്പറിൽ നിന്ന് ആറ്റോമിക നമ്പർ കുറച്ചാൽ നമുക്ക് ന്യൂട്രോണിൻ്റെ എണ്ണം കിട്ടും. അപ്പോൾ അലുമിനിയത്തിലെ ഒരാറ്റത്തിലെ ന്യൂട്രോണുകളുടെ എണ്ണം 14 എന്ന് നമുക്ക് കിട്ടും. ഇനി ഇലക്ട്രോൺ പൂരണത്തെക്കുറിച്ചാണ് നോക്കേണ്ടത്. ഷെല്ലുകളിലെ ഇലക്ട്രോൺ പൂരണം കുറച്ച് തത്വങ്ങൾ പാലിച്ചാണ് നിശ്ചയിക്കപ്പെടുന്നത്. 3 പ്രധാനപ്പെട്ട തത്വങ്ങളാണുള്ളത്. ഏതൊക്കെയാണ്? ഏതൊരു ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2n² ആണ്. 2n² എന്ന ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമുക്കത് കണ്ടെത്താവുന്നത്. n എന്നത് ഷെല്ലിൻ്റെ സംഖ്യയാണ് കാണിക്കുന്നത്. അതായത് ഒന്നാമത്തെ ഷെല്ലിലാണെങ്കിൽ 2 × 1⁻²2 അല്ലേ? 2n² എന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 × 1² = 2. രണ്ടാമത്തെ ഷെല്ലിലാണെങ്കിലോ 2 ×
2² = 8. അതായത് ഒന്നാമത്തെ ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. രണ്ടാമത്തെ ഷെല്ലിലാണെങ്കിൽ 8 ആണ്. മൂന്നാമത്തേതിൽ 18, നാലാമത്തേതിൽ 32. അങ്ങനെ എത്ര ഷെല്ല് വേണമെങ്കിലും നമുക്ക് ഈ 2n² എന്ന നീൽസ് ബോർ കണ്ടെത്തിയ ഈക്വേഷനിലൂടെ കണ്ടെത്താവുന്നതാണ്. പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടെത്താം. രണ്ടാമത്തെ പോയിന്റ്, താഴ്ന്ന ഊർജ്ജ നിലയിലുള്ള ഒരു ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകൾ നിറഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത ഊർജ്ജ നിലയിലുള്ള ഷെല്ലിൽ ഇലക്ട്രോൺ പൂരണം നടക്കുകയുള്ളൂ എന്നുള്ളതാണ്. മൂന്നാമത്തെ പോയിന്റ്, ഏതൊരാറ്റത്തിൻ്റെയും ബാഹ്യതമ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 8 ആയിരിക്കും. ഏതൊരാറ്റത്തിൻ്റെയും ബാഹ്യതമ ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 8 ആയിരിക്കും എന്നുള്ള ഈ 3 പോയിന്റ്സ് ഓർത്തു വയ്ക്കുക. ഈ ഭാഗത്ത് ഇനി നോക്കേണ്ടത് ഐസോടോപ്പ്, ഐസോബാർ, ഐസോടോൺ എന്നീ 3 പോയിന്റ്സ് ആണ്. എന്താണ് ഐസോടോപ്പ്? ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളെയാണ് ഐസോടോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളെയാണ് ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. നമ്മൾ ഹൈഡ്രജൻ്റെ ഐസോടോപ്പ്, ഹൈഡ്രജന് 3 ഐസോടോപ്പുകളാണ് ഉള്ളത്. ഏറ്റവും കുറവ് ഐസോടോപ്പ് ഉള്ളത് ഹൈഡ്രജൻ ആണ്. ഏതൊക്കെയാണ്? പ്രോട്ടിയം, ഡ്യൂറ്റീരിയം, ട്രിഷ്യം. പ്രോട്ടിയം, ഡ്യൂറ്റീരിയം, ട്രിഷ്യം. അപ്പോൾ ഹൈഡ്രജൻ്റെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഐസോടോപ്പാണ് ട്രിഷ്യം എന്ന് പറയുന്നത്. അതുപോലെ മോസ്റ്റ് അബണ്ടൻ്റ് ആയിട്ട് കാണപ്പെടുന്നതാണ് പ്രോട്ടിയം എന്നത്. ഓക്കെ, ഒരേ മൂലകത്തിൻ്റെ ഐസോടോപ്പുകൾ തമ്മിൽ ഭൗതിക സ്വഭാവത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും, പക്ഷേ രാസസ്വഭാവം ഒരുപോലെയായിരിക്കും. ഐസോടോപ്പുകളുടെ രാസസ്വഭാവം ഒരുപോലെയായിരിക്കും. ഒരു മൂലകത്തിൻ്റെ ഐസോടോപ്പുകളുടെ രാസസ്വഭാവം ഒരുപോലെയായിരിക്കും. അതുപോലെ ഏറ്റവും കൂടുതൽ ഐസോടോപ്പ് ഉള്ളത് ആർക്കാണ്? ടിന്നിനാണ്. ടിന്നിനാണ് ഏറ്റവും കൂടുതൽ ഐസോടോപ്പ് ഉള്ളത്. 10 ഐസോടോപ്പുകളാണ് ഉള്ളത്. എന്താണ് ഐസോടോപ്പ് എന്നാൽ? ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളെയാണ് ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. ഈ ഐസോടോപ്പ് എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നമുക്ക് മെഡിക്കൽ ഫീൽഡുകളിലെല്ലാം ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവങ്ങളാണ് ഐസോടോപ്പുകൾ. നമ്മുടെ അയഡിൻ 131, അതുപോലെ കൊബാൾട്ട് 60 അങ്ങനെയുള്ളതൊക്കെ വൈദ്യശാസ്ത്ര രംഗത്ത് ക്യാൻസർ, ട്യൂമർ മുതലായ രോഗങ്ങളുടെ ചികിത്സയ്ക്കും രോഗനിർണയത്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ യുറേനിയം 235 എന്താണ്? ആണവ നിലയങ്ങളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്ന സമ്പുഷ്ട യുറേനിയം എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, ഇനി മറ്റൊന്നാണ് കാർബൺ 14. എന്താണ്? ഫോസിലുകളുടെയും ചരിത്രാതീത കാലത്തെ വസ്തുക്കളുടെയും കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നതാണ് കാർബൺ 14 എന്നുള്ളത്. ഇനി ഫോസ്ഫറസ് 31 ഉണ്ടല്ലോ, അതെന്താണ്? സസ്യങ്ങളിലെ പദാർത്ഥ വിനിമയം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ട്രേസറായിട്ട് ഉപയോഗിക്കുന്നതാണ് ഫോസ്ഫറസ് 31 എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഐസോബാർ എന്താണെന്ന് നോക്കാം. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളുണ്ട്. അവയാണ് ഐസോബാർ എന്ന് പറയുന്നത്. ബാർ, ഓക്കെ, ഐസോബാർ ഒരേ മാസ് നമ്പർ. അപ്പോൾ ഒരേ മനസ്സുള്ളവരാണ് ബാറിൽ പോകുന്നതെന്ന് ആലോചിക്കാം നമുക്ക്. അപ്പോൾ ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളെയാണ് ഐസോബാറുകൾ എന്ന് പറയുന്നത്. ഇനി ഐസോടോൺ എന്താ? ഒരേ എണ്ണം ന്യൂട്രോണുകൾ അടങ്ങിയ ആറ്റങ്ങളെയാണ് ഐസോടോണുകൾ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ആറ്റോമിക് നമ്പറും മാസ് നമ്പറും തമ്മിൽ മൈനസ് ചെയ്യണം അല്ലേ, അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ന്യൂട്രോണിൻ്റെ എണ്ണം കിട്ടുക. അപ്പോൾ ഒരേ എണ്ണം ന്യൂട്രോണുകൾ അടങ്ങിയിട്ടുള്ളവയാണ് ഇത് പറയുന്നത് ഐസോടോണുകൾ എന്ന് പറയുന്നത്. ഒരേ എണ്ണം ന്യൂട്രോണുകൾ അടങ്ങിയ ആറ്റങ്ങളെയാണ് ഐസോടോണുകൾ എന്ന് പറയുന്നത്. ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണ്? ഐസോബാറുകളും ഐസോടോണുകളും വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങളാണ്. പക്ഷേ ഐസോടോപ്പ് എങ്ങനെയാണ്? ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പ് എന്ന് പറയുന്നത്. ഓർത്ത് വയ്ക്കുക ഈ ഒരു പോയിന്റ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ ഭാഗത്ത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വയ്ക്കേണ്ട പോയിന്റ്സ്. ഇത്രയും ഏരിയാസാണ് കെമിസ്ട്രിയിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് വരുന്നതാണ്. ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ എന്നൊക്കെ കമൻസിലൊന്ന് അറിയിക്കണം. റിവിഷൻ്റെ ഭാഗമായിട്ടാണ്, അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും സ്ലൈഡുകളൊന്നും ഉൾപ്പെടുത്താതെ വോയിസ് കൂടുതൽ ചെയ്തുകൊണ്ട് പോകുന്നത്. ഏറ്റവും പെട്ടെന്ന് നമുക്ക് റിവൈസ് ചെയ്തെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ്. ഭാഗങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. ഒരു 2x സ്പീഡിലൊക്കെ ഇട്ടൊന്ന് കണ്ടാൽ മതി. ഓക്കെ, ജസ്റ്റ് റിവിഷൻ ചെയ്യുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് ഈ വീഡിയോയ്ക്കുള്ളത്. പഠിപ്പിക്കുക എന്നുള്ളതല്ല, റിവൈസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടോ എന്നൊക്കെ കമൻസിലൊന്ന് പറയണേ. അതുപോലെ തുടർന്നും വീഡിയോസ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഷെയർ ചെയ്ത് ഫ്രണ്ട്സിലേക്ക് കൂടി എത്തിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൻ്റെ രൂപത്തിൽ രേഖപ്പെടുത്താൻ വിട്ടുപോവില്ലേ. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.